ഇക്കരെ നിൽക്കുമ്പോ ഇക്കരെ കുന്ന് പച്ച, അക്കരെ നിൽക്കുമ്പോ പറഞ്ഞ ആരെങ്കിലും വിശ്വസിക്കും? ആരും വിശ്വസിക്കാല. ഇഷ്ടല്ല ഹായ്ന്ന് പറ. നമുക്ക് ഈ ചുരത്തിൽ നിന്ന് നേരെ താഴേക്ക് നോക്കിയാൽ ഒരു തോട് കാണും. ഇവിടെ ആരോ പിള്ളേർ കുളിക്കുന്നുണ്ട്. എല്ലാവർക്കും നമ്മുടെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾ പോകുന്നത് ചിക്കമംഗളൂര്. അവിടെ പോവുകയാണ് ഗൈസ്. ഇതാണ് സ്റ്റെല്ല. ഹായ് ഹായ് ഏഞ്ചൽ. അപ്പം നമ്മളിനി അവിടെ പോയി പൊളിക്കുന്നതായിരിക്കും ഗൈസ്. അങ്ങനെ ഞങ്ങളൊരു വലിയ ചുരം കയറി പോയിക്കൊണ്ടിരിക്കുവാണ്. ശരിക്കും ഒരു താല്പര്യമില്ല. കുഞ്ഞു ഇഷ്ടം. ഇവൻ നീ വണ്ടി ഓടിക്കില്ലടാ? നോക്കാം നോക്കാം നോക്കാന്നാ. മോളിലെത്തിയിരിക്കുകയാണ് ഗൈസ്. എന്താ എയർപിൻ നമ്പർ 8 എത്ര ഉണ്ട്? എത്ര എയർപിൻ ഉണ്ട്? 23 22 ഉണ്ട്. മിസ്റ്റർ സിംഗം കുഞ്ഞനും കൊണ്ട് എത്തറണാന്ന് അവിടെ ഉണ്ടോ? നമുക്കിനി അവിടെ സ്ഥലങ്ങളുണ്ട്, വേറെ സ്ഥലങ്ങൾ വണ്ടി നിർത്താന്. അവിടെ പറയുമ്പോ ഒതുക്കിക്കോട്ടെ അളിയാ. ഇച്ചിരി വ്യൂ വരണം. അവിടെ മഞ്ഞ മലയൊക്കെ കാണിയാലോ താഴെ നിന്ന്. അണ്ണപ്പ കൂട്ടല്ലോ ഇതൊക്കെ ഇവിടെ ഷൂട്ട് വന്നവർക്ക് മാനസികമാണ്. ഞാനൊരു വഴിക്ക് പോയി കഴിഞ്ഞാൽ ഒറ്റ ട്രിപ്പ് കൊണ്ട് ഞാൻ വഴി പഠിക്കും. ബാഞ്ചാർ റോഡ് ഉടുപ്പി വണ്ടിയാ ഇത്. ടൂറാടി അല്ലല്ല, കേരളക്കാർ കൃഷ്ണപ്രസാദിന്റെ കളറേ ഉള്ളൂ വണ്ടിക്ക്. മലയണ്ണാൻ പെട്ടെന്ന് പോ. എടി ഞാൻ പോയിട്ട് അതല്ലാണ് ഗൈസ്. മലയണ്ണാൻ കുരങ്ങും മലയണ്ണാനും കളിക്കുന്നു. ഫുള്ള് കൃഷി ഇതാക്കി അല്ലേ? എനിക്കത് വല്ല മ്യൂസിയം വന്നില്ല. ഇതാ നമ്മുടെ മൂടിക്കര സിറ്റി. ഇപ്പൊ അവിടെ നിന്ന് വന്നേ. ഇവിടെ എന്തോ പരിപാടി ഉണ്ടായിരുന്നു, എല്ലാം കഴിഞ്ഞു. എക്സ്പോ ആയിരിക്കാം. ഇവിടെ തപ്പിയാലോ വല്ല 500,000 കിട്ടും. എന്തോ വലിയ ഇതുണ്ടായിരുന്നു. ഇതാണ് ശൗചാലയ. എന്തുകൊണ്ട് റബ്ബർ തോട്ടം. ഞാൻ ഓർക്കുന്നുണ്ട് ശങ്കർ വെട്ടിക്കോട്ടെ നമ്മളെന്നോ പോയ ശങ്കർ പന്നിയൊക്കെ വെച്ചേ. അന്ന് ഉപ്പ് കൂടിയോ മസാല കൂടിപ്പോയോ? തിരിച്ചു വരുമ്പോ നീ മൂപ്പിച്ച് നിന്റെ ഡ്രൈവിംഗ് നോക്കാം. ഇപ്പൊ അങ്ങനെ ഇപ്പോഴും എടുക്കുമ്പോ ഉള്ള കണ്ടം കേറിപ്പോ വണ്ടി. അപ്പൊ ഇവിടെ എന്താ ഈ കാലി കിടന്ന സ്ഥലം മുഴുവനും എത്ര ടൂറിസ്റ്റുകളുണ്ട് മോനെ ഇവിടെ. ക്രിസ്മസ് ആണ്, വീക്കെൻഡ് ആണ്, അല്ല ഹോളിഡേ ആണ്. ഇവിടെ സ്കൂൾ അവധിയാവും. ഇവിടെ ഞങ്ങൾ വന്ന നിന്ന ദിവസം ഈ കാട്ടിക്കൂടെയൊക്കെ ഞാൻ ഏറെ നടന്നിട്ടുണ്ട്. 3 മാസം. ഇപ്പൊ ഞാൻ ആരോടെങ്കിലും പറയുക, എടാ ഞാൻ ഇവിടെ വന്നിട്ട് 3, 3.5, 4 മാസം ഉണ്ടായിരുന്നു. ഈ കാടിന്റെ ഉള്ളിൽ കൂടെയൊക്കെ ഞാൻ നടന്നിട്ടുണ്ട്. മറ്റേതാ മാങ്ങാത്തൊലി എന്നൊക്കെ പറഞ്ഞ ആരെങ്കിലും വിശ്വസിക്കും? ആരും വിശ്വസിക്കാല. രാവിലെ 6 മണിക്ക് വന്നു കഴിഞ്ഞാല്
പക്ഷെ നമ്മള് താമസം ഇവിടെ അല്ലല്ലോ. താമസം അവിടെ നമ്മളിപ്പോ പോയില്ലേ കൃഷിയിലാക്കിയേ, അത് കഴിഞ്ഞ് മുമ്പോട്ട് പോകണം. അറിയാതെ പോയാലും കുഴപ്പമില്ല. ആരെയും മുന്നിൽ ആ സൈഡിൽ എന്നോട് പറഞ്ഞതപ്പാ ഇത് തന്നെ വഴി തന്നെയാ. അല്ലെന്നേ തള്ളച്ചു പറഞ്ഞു 1 കിലോമീറ്റർ ഉണ്ട് സ്റ്റോക്കി എന്ന് പറഞ്ഞു. നമ്മളെ ചോദിച്ചു തന്നെ K17 ഇവിടുത്തെ നമ്പറാ. താഴേക്ക് നോക്കുമ്പോ എന്തോ പോലെ നോക്ക് ശരിക്കും നോക്ക്. തല കറങ്ങി തരാണ്ട് ഞാൻ വണ്ടി വിടാ. ഇത് തന്നെയാ ദേവർമണിതാ. എടി ഇവിടെ ഇപ്പൊ ഒരു പൂക്കളായി നിൽക്കുന്നുണ്ട്. ഗ്ലോസം പൂക്കൾ, ബ്ലോസം. അത് ഇപ്പോഴാണോ? മൂന്നാറൊക്കെ ആയിട്ടുണ്ട്. ബാംഗ്ലൂര് മൂന്നാറൊക്കെ ആയി. അത് ഇവിടെ ആകുന്ന സമയം അതെ അതിപ്പോ തന്നെയാ. നീലക്കുറിഞ്ഞിയോ? ആ നീലക്കുറിഞ്ഞി, അത് തന്നെ ബ്ലോസം. അത് 12 വർഷത്തിലേക്ക് ആവുള്ളൂ. ഹലോ ഗൈസ്, അങ്ങനെ ഞങ്ങൾ ദേവറ മനയിൽ എത്തിയിരിക്കുകയാണ്. നടന്ന് ഒന്നും മലയെ കയറി. ഹായ് സ്റ്റെല്ല, ഹായ് എന്ന് പറ. അക്കരെ നിൽക്കുമ്പോ ഇക്കരെ കുന്ന് പച്ച, അക്കരെ നിൽക്കുമ്പോ. ഹലോ ഗൈസ്, അടുത്ത് ഗൈസ് കുന്ന് കയറി കയറി. ഭയങ്കര ക്ഷീണം. ഹലോ ഗൈസ്, അങ്ങനെ ഞങ്ങൾ ദേവറ മനയുടെ മുകളിലെത്തി. ദേവറ മനയെന്ന് വെച്ചാൽ ഒരു കന്നഡ പേരാണ്. അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ ദൈവം വസിക്കുന്ന മല എന്നായിരിക്കും. മടുത്ത് ഗൈസ്, ചുറ്റിന് നല്ല കോടയാണ്. ഇപ്പം സമയം 4 മണി. ഈ സമയത്ത് തന്നെ നല്ല അടിപൊളി കോടയാണ്. ഇപ്പോൾ കുറച്ചും കൂടെ പൊളിക്കും ഗൈസ്. ഇന്ന് ദിവസം ഡിസംബർ 25.
ഇതാണ് ചിക്കമംഗളൂർ. വരുന്നവർക്ക് വന്ന് പൊളിക്കുക ഗൈസ്. കുറച്ചും കൂടെ കഴിയുമ്പോൾ അടിപൊളിയായിരിക്കും ഗൈസ്. ഇത് കണ്ട ചുറ്റിനും മലനിരവും. 4 മണിയായപ്പോൾ ഇത്ര കോടയാണേൽ കുറച്ചും കൂടെ കഴിയുമ്പോൾ കോടയെല്ലാം കയറി ഇവിടെ ഒന്നും കാണാൻ പറ്റിയില്ല ഗൈസ്. ഇപ്പം നല്ല തണുപ്പല്ലേ. ഇന്ന് ദിവസം ഡിസംബർ 25. പോരാത്തതിന് നല്ല തണുപ്പുവാ. അങ്ങനെ നമ്മൾ മല കയറി മടുത്തു ഗൈസ്. ഇവിടെ കുത്തിയിരിക്കുകയാണ്. ഈ മലയുടെ ചരിത്രം പറയുവാണേൽ ഏതാനും വർഷങ്ങൾ പഴക്കമുള്ളതാണ് ഈ ദേവർ മന. ഇവിടെ ഒരു സൈസ് കല്ലുകൾ നമുക്ക് കാണാം. ഇത് കണ്ടില്ലേ? ഇതിങ്ങനെ ഒത്തിരി മലകൾ കൂടി നിൽക്കുന്ന ഒരു മൊട്ടക്കുന്നുകൾ രീതിയിലാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. നമുക്കിങ്ങനെ കയറി വന്നാൽ നമുക്ക് ഒത്തിരി കയറ്റവും ഇറക്കവും മൊട്ടക്കുന്നുകളുമായ സ്ഥലമാണിത്. ഇവിടെ വരുവാണേൽ കപ്പൽസിനൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലങ്ങളുണ്ട്. കണ്ടൽ കാടുകളും എല്ലാം ഉണ്ട്. ആഘോഷിക്കേണ്ടവർക്ക് ഇവിടെ വന്ന് ആർമാദിക്കാം. ഇത് സ്ഥിതി ചെയ്യുന്നത് മംഗലാപുരത്ത് നിന്ന് ഒരു 180 കിലോമീറ്റർ മാറിയാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത്, മംഗലാപുരം ടൗണിൽ നിന്ന്. എവിടെ നോക്കിയാലും കല്ലുകളും കഠിനമായ വഴികളാണ്. ഒരു കുന്നിൽ ചെന്നാൽ മറ്റൊരു കുന്നും അങ്ങനെ നമുക്ക് കണ്ടുകൊണ്ടിരിക്കുക. എവിടെ നോക്കിയാലും കല്ലുകൾ ഇങ്ങനെ കീറി 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 നടക്കുകയാണ് സ്ഥലങ്ങളാണ്. ഇത് കണ്ടോ, എവിടെ നോക്കിയാലും കല്ലാണ്. കല്ലുകൾ. ഈ സ്ഥലം ഏതാനും വർഷങ്ങൾക്ക് മുന്നേ ഇവിടെ കടലാണെന്നാണ് ഇവിടെ ഉള്ളവർ പറയുന്നത്. കടൽ ഇറങ്ങിപ്പോയി ഇപ്പം തന്നെ ക്രിയേറ്റ് ആയ സ്ഥലമാണ് ഈ ദേവർ മന എന്ന് പറയുന്ന കുന്ന്. ഏതാനും വർഷം പഴക്കമുണ്ട് ഇവിടെ. പണ്ടിവിടെ ഒത്തിരി രാജാക്കന്മാരും വന്ന് ആർമാദിച്ച സ്ഥലമാണ് ഗൈസ് ഇത്. അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, സ്കിപ്പ് അടിക്കാതെ കാണുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹലോ ഹലോ ഇപ്പൊ പറഞ്ഞേ. ഇല്ലില്ല, ഞാൻ ദേവർമനെ ഗുപ്തി ദേവർമനെ. എടാ ദേവഗിരിയിലെ കൈക്കാരൻ നമ്പർ വല്ലതും ഉണ്ടോ? അച്ഛൻ്റെ നമ്പർ വല്ലതും ഉണ്ടോ? നോക്കി കണ്ട് പറഞ്ഞില്ല പണിയാവും ഗൈസ്. തെന്നി താഴെ പോയി കിടക്കും. ഇവിടെ കണ്ട എങ്ങനെയുണ്ട്, ഉരുളൻ കല്ലുകളാണ്.